വെൽക്കം ബാക്ക് ടു FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്. അപ്പോൾ നമ്മൾ ചോട്ടായി മാമ്പരയിൽ നേരെ ബഡായ മാമ്പരയിലേക്ക് പോവാണ്. ഇത് റൂമി ദർവാസ. ഇത് കണ്ടാൽ തന്നെ അറിയാം, ഒരു മാസീവ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. നല്ല ഗ്രാൻഡ് റിസപ്ഷൻ ടു ലക്നൗ എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണാം. അത് റോഡിലാണല്ലോ, അടക്കില്ലല്ലോ. നമ്മൾ ഗൂഗിൾ മാപ്പിൽ ബഡായ മാമ്പര 5 മണിക്ക് അടയ്ക്കുന്ന കാണിച്ചു. പക്ഷേ ചോട്ടാ മാമ്പരയിൽ ചോദിച്ചപ്പോൾ 6:30 വരെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സമയമുണ്ട്. നമ്മൾ ഈ നടക്കുന്നത് ഹുസൈനാബാദ് ഹെറിറ്റേജ് റോഡിൽ കൂടെയാണ്. ആ ലെഫ്റ്റിൽ കാണുന്നത് നൗബത്ത് ഖാനെയാണ്. ബഡായ മാമ്പരയുടെ സെറിമണീസ് ഒക്കെ നടക്കുമ്പോൾ ഡ്രം ബീറ്റിംഗ് സ്ഥലമൊക്കെയാണ് അത്രേ. എന്തായാലും ഈ ഹെറിറ്റേജ് വോക്കേ കൂടെ നടക്കുമ്പോൾ ലക്നൗ ഒരു ഹെറിറ്റേജ് സിറ്റി, പൈതൃക നഗരം എന്നുള്ളത് ശരിക്കും നമുക്ക് മനസ്സിലാവും. ബഡായ മാമ്പര ചോട്ടായ മാമ്പരയേക്കാൾ 40 വർഷം മുമ്പ് പണിതാണ്. ഇതാണ് നൗബത്ത് ഖാന. അതും നല്ല സ്റ്റൈലാണ്. ഹുസൈനാബാദ് ട്രസ്റ്റിന്റെ അസാദാരി റോഡിൽ കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബഡായ മാമ്പരയുടെ ആ വലിപ്പം. നല്ലൊരു മാസീവ് സ്ട്രക്ചറാണ്. അകത്ത് കിടക്കുമ്പോൾ ഗംഭീരം, ഒരു പ്രൗഢമായിട്ടുള്ള ചന്ദന നിറത്തില് മൊത്തം ഈ കോംപ്ലക്സ് ഇങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ്. ഇതിന്റെ പ്രവേശന കവാടം തന്നെ നല്ല ഗ്രാൻഡാണ്. ഈ തിരക്ക് പിടിച്ച ലക്നൗ നഗരത്തിന്റെ നടുവിൽ 15ഓളം ഏക്കറിലാണ് ഇത് ഇങ്ങനെ വിശാലമായി പരന്നു കിടക്കുന്നത്. സൂര്യൻ അവിടെ ഇങ്ങനെ അസ്തമിക്കാനുള്ള ഒരു ചെറിയ തുടക്കമുണ്ട്. അതിന്റെ ആ വെളിച്ചത്തില് ഈ ചന്ദന നിറം കൂടുതൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. ബഡായി മാമ്പര അവധ് രാജവംശത്തിന്റെ കാലത്തെ ഒരു ഇൻഡോ സാർസനിക് ആർക്കിടെക്ചറിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറയാം. ഇത് 1784-ലും 91-ലും ഇടയിലാണ് നിർമ്മിച്ചത്. ഇത് പണികഴിപ്പിച്ചത് നവാബ് അസഫ് ഉദ് ദൗളയാണ്. ഇതിന്റെ ശില്പി ഡൽഹി ബേസ്ഡ് കിഫായത്തുള്ളയായിരുന്നു. ഇതിന്റെ ഗ്രാവിറ്റി ഡിഫൈനിങ് എഞ്ചിനീയറിംഗ് വളരെ ലോക പ്രശസ്തമാണ്. ഇമാം ബർഗ, ഇമാംബര നമ്മൾ പറയുമെങ്കിലും ശരിക്കും ഇമാം ബർഗ എന്നാണ് പറയുക. അത് ചോട്ടാ ഇമാംബരയിലെ പുള്ളി നമുക്ക് പറഞ്ഞു തന്നിരുന്നു. ഇതിന്റെ അർത്ഥം സെന്റർ ഫോർ സോറോ ഓർ മോർണിംഗ് എന്നാണ്, വിലാപത്തിന്റെ ഒരു സ്ഥലം. ശരിക്കും ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടാത്ത ചില വിവരങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വഴിയെ പറയാം. ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഇനിയും വിസ്മയങ്ങളാണ്. ഒരുപാട് സ്ട്രക്ചേഴ്സിനകത്തുണ്ട്. അത് അസഫി മോസ്ക് ആണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. പിന്നെ അതിന്റെ അപ്പുറത്ത് ഷാഹി ബൗളി എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ സ്റ്റെപ്പ് വെല്ലുണ്ട്. വളരെ പ്രൗഢമായിട്ടുള്ള 2 പ്രവേശന കവാടങ്ങൾ കടന്നിട്ടാണ് നമ്മൾ ഇതിന്റെ മുഖ്യ ഹാളിലേക്ക് പോണത്. 1780-ൽ ഇവിടെ ഉണ്ടായ വലിയൊരു ക്ഷാമത്തിനെ മറികടക്കാനായിട്ട്, ജനങ്ങൾക്ക് ജോലി നൽകാനായിട്ട് സിറാജുൽ ദൗള തുടങ്ങി വെച്ച വലിയൊരു പ്രോജക്റ്റാണ് അത്ര ഇത്. ഇതാണ് ബഡായ മാമ്പരയിലെ മെയിൻ കോൺഗ്രിഗേഷൻ ഹാൾ. ഇവിടെ ബഹുമാനത്തോടുകൂടി പെരുമാറണമെന്ന് ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബഡായി മാമ്പര എന്ന് പറയുന്നത് ഷിയ മുസ്ലിങ്ങളുടെ കോൺഗ്രിഗേഷൻ ഹാളാണ്. 680 CE ഇന്നത്തെ ഇറാഖിൽ ഉൾപ്പെട്ട കർബാലയിൽ നടന്ന കർബാല യുദ്ധത്തില് രക്തസാക്ഷികളായ പ്രോഫറ്റ് മുഹമ്മദിന്റെ പേരക്കുട്ടിയായിട്ടുള്ള ഇമാം ഹുസൈനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും ഓർമ്മയ്ക്കായിട്ടാണ് ഈ മാമ്പര ഉപയോഗിക്കുന്നത്. അപ്പോൾ മുഹറത്തിന്റെ ദിവസം ഇവിടെ ഒത്തുകൂടി പ്രാർത്ഥിക്കുകയും പ്രൊസഷനൊക്കെ നടത്തുകയും ചോട്ടായ മാമ്പര മുതൽ ബഡായ മാമ്പര വരെയുള്ള ഹെറിറ്റേജ് വഴിയിലൂടെ പ്രൊസഷൻ നടത്തുകയൊക്കെ ചെയ്യുന്ന വലിയൊരു ഷിയ മുസ്ലിം കമ്മ്യൂണിറ്റി ഇവിടെയുണ്ട് ലക്നൌവില്. ഇറാഖിലെ കർബാലയിലുള്ളവരുടെ യഥാർത്ഥ ശവകുടീരങ്ങളിൽ റെപ്ലിക്ക അവിടെ വാക്സിലും സിൽവറിലും ഒക്കെ പണിത് വളരെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, യഥാർത്ഥ സ്ഥലങ്ങളുടെ ഫോട്ടോകൾ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ മാമ്പരകൾ ഒരു മോസ്ക് അതുപോലെ പ്രാർത്ഥനാ സ്ഥലം എന്നതിനപ്പുറത്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ചരിത്രം ഇറാഖും ഇറാനും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സത്യത്തിൽ. മൊഹറത്തിന്റെ ഒരു പ്രാധാന്യം ഒക്കെ എനിക്കിപ്പോഴും ശരിക്കും മനസ്സിലായത്. ഈ മാമ്പരകളെ ഹുസൈനിയ എന്നും കൂടി വിളിക്കുന്നുണ്ട്. ഇമാം ഹുസൈൻ്റെ രക്തസാക്ഷിത്വം ഓർമ്മിക്കാനുള്ള ഒരു സ്ഥലം എന്ന അർത്ഥത്തിൽ. ഇവിടെ ഷിയ മുസ്ലിങ്ങളുടെ ആത്മീയ ആചാര്യൻ എന്ന നിലയിൽ ആയത്തുള്ള ഖമേനിയുടെ ചിത്രം വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണത്തിൽ ഇവിടെ വിലപിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ അവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ മെയിൻ കോൺഗ്രിഗേഷൻ ഹാളിന് മുകളിലുള്ള സ്ഥലമാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയാം. ഭൂൽഭുലയ്യ അഥവാ രാവണൻ കോട്ട. സ്റ്റെപ്സ് കയറാൻ നല്ല പാടാ. ഒരു അമേസിങ് മെയ്സാണ് ഈ ഭൂൽഭുലയ്യ അഥവാ രാവണൻ കോട്ട. ഒരേപോലെ തോന്നുന്ന ഒരു 490ഓളം ഡോർവേസും അതുപോലെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള 1000ഓളം പാസേജ് വേസും ഒക്കെ ഉണ്ട്. അപ്പോൾ താഴേക്കും മുകളിലേക്കൊക്കെ കയറി ഇറങ്ങി വഴി തെറ്റാണ്ട് നടക്കാനായിട്ട് അതൊരു ഗെയിം പോലെയാണ്. സോ ഇത് ശരിക്കും ഒരു ആർക്കിടെക്ചറൽ സൊല്യൂഷനാണ്. താഴത്തെ പില്ലർലെസ് ഹാളിനെ താങ്ങി നിർത്താനായിട്ടാണ് പറയുന്നത്. പക്ഷെ ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ട് മാറി. ഭൂൽഭുലയ്യയുടെ ഇടുങ്ങിയ ഇടനാഴികളിൽ ഇങ്ങനെ വഴിതെറ്റി അലതിനേക്കാൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് അതിന് പുറത്ത് കിടന്ന് നിൽക്കുമ്പോൾ കാണുന്ന ഈ സുന്ദര ദൃശ്യമാണ്. ബഡായ മാമ്പരയുടെ ആ ഒരു പ്രൗഢി കൃത്യമായിട്ട് നമുക്കൊരു ബേർഡ്സ് ഐ വ്യൂവിൽ കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടി അങ്ങോട്ട് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ചോട്ടായ മാമ്പരയും കാണാൻ പറ്റും, അതുപോലെ റൂമി ദർവാസയും. ഇതിങ്ങനെ ഫസ്റ്റ് ഫ്ലോറിന്റെ ആ ഒരു പാരപ്പറ്റ് പോലെയാണെങ്കിൽ നമുക്ക് അവിടെ വി ഫീൽ സേഫ്, നല്ല സുഖമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. സോ വിത്ത് സെറ്റിംഗ് സൺ, വെറുതെ പേടിപ്പിക്കാനല്ലേ, ഗോൾഡൻ സൺ റേസും കൂടി ആയപ്പോൾ നല്ലൊരു ഭംഗിയാണ് ലക്നൗ നഗരം. ഇങ്ങനെ നഗരം മുഴുവനല്ലെങ്കിലും ഒരു നല്ല വ്യൂ. അതുപോലെ അതിൻ്റെ മിനാരറ്റ്സ്, ആ സഫി മസ്ജിദിൻ്റെ ഒക്കെ മിനാരറ്റ്സും അതിൻ്റെ ആ ഒരു വാസ്തുവിദ്യ ഭംഗിയും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. നേരെ കാണുന്നതാണ് തീലി വാലി മസ്ജിദ്. നമുക്ക് അവിടെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ എല്ലാം ക്ലോസ് ചെയ്യുന്ന സമയമായി. വലതുവശത്താണ് ലക്നൗ സിറ്റി. ഹുസൈനാബാദ് ക്ലോക്ക് ടവർ, ഇന്ത്യയിലെ ടോളസ്റ്റ് ക്ലോക്ക് ടവർ, 220 അടി വരെയുള്ളത് 1881 പണിതത്. ഇരട്ടമുഖമുള്ള റൂമി ദർവാസയുടെ ഈസ്റ്റേൺ സൈഡ് ഇവിടെ നിന്ന് കാണാൻ പറ്റും.
വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ഇമാംബ്രയാണ് ഈ ബഡായ് മാംബ്ര. അപ്പോൾ ഇതിലും ഗംഭീരമായ ഇതിലും വലുപ്പമുള്ളത് ഏതായിരിക്കും നോക്കിയപ്പോൾ നിസാമത്ത് ഇമാംബ്ര മുർഷിദാബാദ് ജില്ലയിൽ ബംഗാളിലുള്ളത്. അപ്പോൾ അത് എന്ത് കാഴ്ചയായിരിക്കും. ജോൺസൺ ദാ ലോസ്റ്റായിട്ട് നിൽക്കുകയാണ് ഇത് കണ്ട്. ദ ഗോൾഡൻ അവർ, ദ മാജിക്കൽ അവറാണ് ശരിക്കും ആ സുവർണ്ണ നിമിഷം. വൈകുന്നേരം ഇത് ആണ് എല്ലാ സ്ഥലങ്ങളും കാണാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ടൈം എന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട് ഒരു യാത്രയിൽ. കാരണം ആ കടുത്ത ചൂടൊന്ന് കുറയുകയും ചെയ്യും. നമുക്ക് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ആ സൂര്യൻ്റെ ആ സ്വർണ്ണ വെളിച്ചത്തിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കും. റൂമി ദർവാസ കണ്ടു കണ്ട് മതിയാവണില്ല. ഇവിടെ നിന്നുള്ള കാഴ്ചയാണ് ശരിക്കും കാഴ്ച. പക്ഷേ അവിടെ വിസിലടി തുടങ്ങി 6:30 സമയം. അപ്പോൾ നമ്മളെല്ലാവരും പുറത്താക്കാനായിട്ട് മുഗൾ ഗാർഡൻസിൻ്റെ ആ പച്ചപ്പ് ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പുറത്ത് കാണുന്നതാണ് തീലി ദർവാസ. സോ ഫോർ ഹൂം ദ ബെൽ ടോൾസ് എന്ന് പറയുന്ന പോലെ വിസിൽ മുഴങ്ങുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ്. നമ്മൾ മാത്രമല്ല, 100 കണക്കിന് സന്ദർശകർ ഇങ്ങനെ പോകാൻ മടിച്ച് നിൽക്കുന്നുണ്ട്. സോ വിസിലടി ഇണം കൂടി തുടങ്ങി. അപ്പോൾ നമുക്ക് പോവാം. ഇനി നിന്നാൽ ശരിയാവില്ല, അവരോടിക്കും. പിന്നെ സ്റ്റീല്, മരം, സ്റ്റോൺ പില്ലേഴ്സ് ഇങ്ങനെയൊന്നും ഉപയോഗിക്കാണ്ട് ബ്രിക്ക് വർക്കിൽ മാത്രം ചെയ്ത ഒരു ആർക്കിടെക്ചറൽ വണ്ടർ കണ്ടിട്ട് നമ്മൾ പോവാണ്. ചോട്ടാ മെമ്മറിയിൽ നമ്മുടെ മമ്മയുടെ കൂടെ ഫോട്ടോ എടുത്ത ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയും മമ്മയുടെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്താണോ സംഭവം. പക്ഷെ എന്നാലും മമ്മിക്ക് വയ്യെങ്കിലും അമ്മ ക്ഷമയോട് കൂടി സെൽഫിക്കൊക്കെ പോസ്റ്റ് ചെയ്ത് നല്ല സെലിബ്രിറ്റി മൂഡ് പിടിക്കുന്നുണ്ട്. എന്താ കാരണം എന്നൊരു പിടിയില്ല. അപ്പൊ ഇനി റൂമി ദർവാസ കാണാം. റൂമി ദർവാസയുടെ വെസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള ഫ്രണ്ട് സൈഡ് വ്യൂ ആണിത്. ഇത് ശരിക്കും ഒരു 3 നിലയുള്ള ഒരു മുഖപ്പ്, ഒരു പ്രവേശന കവാടമായിട്ടാണ് തോന്നുക. ഈ വശത്തിന്റെ ഷേപ്പാണ് ഇങ്ങനെ. അപ്പുറത്തെ വശം വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് ആർച്ചിന്റെ സ്റ്റൈലിലാണ് നിൽക്കുന്നത്. ശരിക്കും ഒരു ഇരട്ട മുഖമുള്ള നിർമ്മിതിയാണിത്. ഹുസൈനാബാദ് എന്ന പഴയ നഗരത്തിൽ നിന്ന് ലക്നൌവിലേക്കുള്ള ഒരു എക്സിറ്റ് പോലെയാണ് റൂമി ദർവാസയുടെ സ്ഥാനം. 60 അടി ഉയരമുള്ള ഓർണമെന്റൽ ഗേറ്റ് വേ ശരിക്കും ബഡായ് മാംബ്രയുടെ ഭാഗം തന്നെയാണ്. 1784 അസഫുദ് ദൗള തന്നെ പണിയിച്ചതാണ്. ഇപ്പൊ ശരിക്കും ഇത് ലക്നൗ നഗരത്തിന്റെ ഒരു ഐക്കോണിക് സിംബലായിട്ട് അറിയപ്പെടുന്നതാണ് റൂമി ദർവാസയും ബഡായ് മാംബ്രയും ഒക്കെ. ഈ സ്ട്രക്ചറുകളുടെ ഒരു പ്രത്യേകത, ഇത് മാസീവായിട്ട് തോന്നുമെങ്കിലും ഹെവി ബിൽറ്റ് അല്ല. ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ലക്കോരി ബേൺഡ് ക്ലേ, ചുട്ടെടുത്ത് ഇഷ്ടിക ഉപയോഗിച്ച് സുർക്കി കൊണ്ടാണ് കണക്ട് ചെയ്തൊക്കെ വെച്ചിട്ടുള്ളതും പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ളതും ഒക്കെ. നമുക്കറിയാം മുല്ലപ്പെരിയാർ അണക്കെട്ടൊക്കെ പണിത് അതേ സുർക്കി തന്നെ. കാലത്തെ അതിജീവിച്ച നിർമ്മിതികൾ. ഇതിന്റെ ഒരു പ്രത്യേക ഡിസൈൻ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് കോൺസ്റ്റാന്റിനോപ്പിൾ, ഇന്നത്തെ ഇസ്താംബൂളിലെ സബ്ലൈം പോർട്ടിന്റെ ഡിസൈനിൽ നിന്നാണ് പറയുന്നത്. ഇപ്പോൾ ബഡായ് മാംബ്ര, ചോട്ടാ മാംബ്ര, റൂമി ദർവാസ എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ ആമിനാബാദ് വന്നു. ആമിനാബാദ് മാർക്കറ്റിൽ കൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ മുഖ്യ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടുന്ദേ കബാബിയുടെ നല്ല ഫേമസ് ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ട്. ലക്നൗ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് അമീനാബാദ് മാർക്കറ്റ്. ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും തിരക്കുള്ളതും പഴയതും ഒക്കെ ആയിട്ടുള്ള മാർക്കറ്റുകൾ ഒന്നാണ്. അത്ര ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല. അതായത് എഡ്യൂക്കേഷണൽ പുസ്തകങ്ങൾ തൊട്ട് പഴം, പച്ചക്കറി, കളിപ്പാട്ടങ്ങൾ, ബാഗ്, ചെരുപ്പ്, തീറ്റ സാധനങ്ങൾ തുടങ്ങി എല്ലാ പരിപാടികളും ഇവിടെയുണ്ട്. ലക്നൗ ചിക്കൻകാരി തുണികളൊക്കെ വളരെ വില കുറഞ്ഞ് ഇവിടെ കിട്ടുന്നതാണ് പറയുന്നത്. എന്തായാലും സ്ട്രീറ്റ് മാർക്കറ്റ്സ് ആണല്ലോ എല്ലായിടത്തും ചീപ്പസ്റ്റ്. നല്ല പൊടിയുണ്ട്, അത് കാരണം മാസ്ക് വയ്ക്കാണ്ട് നിർത്തിയില്ല. പിന്നെ വെറുതെ നോക്കാലോ, നോക്കാൻ കാശൊന്നും കൊടുക്കണ്ട. ലക്നൗ മാർക്കറ്റ്. ഈ ലുലുവൊക്കെ എന്നുണ്ടായത്? അതിനു മുമ്പ് ഇന്ത്യയിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ളതാണ് സ്ട്രീറ്റ് മാർക്കറ്റുകൾ അല്ലേ. ആദ്യത്തെ സൂപ്പർ മാർക്കറ്റുകൾ ശരിക്കും ഇതാണ്. ഇങ്ങനെ ചെത്തുകുത്ത് സാധനങ്ങളെല്ലാം കിട്ടും. ഇതിന് പല വിഭാഗങ്ങളുണ്ട്. റിഫ്യൂജി മാർക്കറ്റാണ് മോഹൻ മാർക്കറ്റ്, അതുപോലെ ക്ലോതിങ് ആണെങ്കിൽ പ്രതാപ് മാർക്കറ്റ്, പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുംതാസ് മാർക്കറ്റ്, അങ്ങനെ സ്വദേശി മാർക്കറ്റ്. ഫുഡ് സ്റ്റോൾസ് ധാരാളം ഉണ്ട്. പക്ഷേ ടുണ്ടേ കബാബിയാണ് ഏറ്റവും ഫേമസ്. ഓഫ് കോഴ്സ് ഒരു വലിയ ചെയിനാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ വേറെ പ്രത്യേകത ഇങ്ങനെ ബുക്ക് ഡെപ്പോകളാണ്. ബുക്ക് ഡെപ്പോകൾ നോട്ട്ബുക്കുകളുടെ ഹോൾസെയിൽ സ്ഥലം മാത്രമല്ല, പഴയ ടെക്സ്റ്റുകൾ, ഗൈഡുകൾ, അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ കിട്ടുന്ന ധാരാളം കടകൾ ഇവിടെയുണ്ട്. ഈ ലെഫ്റ്റിൽ കാണുന്ന മുഴുവനാണ്. ഈ അമീനാബാദ് മാർക്കറ്റിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ഈ യൂസ്ഡ് ബുക്സ് ഷോപ്പുകൾ. ഇഷ്ടം പോലെ ബുക്സ് വളരെ ചീപ്പായി ഇവിടെ കിട്ടും. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, IAS കോച്ചിങ് എല്ലാം ഇതും. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നടന്ന് നമ്മൾ ടുണ്ടേ കബാബിലെത്തി. മെൽറ്റ് ഇൻ മൗത്ത് കബാബ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ടാഗ് ലൈൻ. എന്താ ദുബായിലൊക്കെ ഉണ്ടെന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. കൊള്ളാമല്ലേ? യെസ്. അപ്പോൾ നമുക്ക് കയറി നോക്കാം. ലുക്കിംഗ് ഫോർവേഡ്. ലെജൻഡറി ഫുഡാണ് ഇവിടുത്തെ. 1905 ഹാജി മുറാദ് അലി സ്ഥാപിച്ചതാണ് അത്ര. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൺ ആൻഡ് ബ്ലാക്ക് ബഫല്ലോ കബാബ്സ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രത്യേകതരം പൊറോട്ടയും. ഇതിൽ 160 തരം ഹെർബ്സ് കൂട്ടിച്ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കണത് അത്രേ. അതിൻ്റെ ഒരു സീക്രട്ട് റെസിപ്പി അതാണ്. പിന്നെ ഈ മീറ്റ് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കെമിക്കൽസ് ഒന്നുമല്ല, പപ്പായയുടെ നീരാണ് ചേർക്കണതെന്ന്. നമ്മൾ എത്ര കാലമായി കേൾക്കണേ പപ്പായ ഈ ബീഫിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഇങ്ങനെ വേവിക്കണമെങ്കിൽ ബെസ്റ്റ് ആണെന്ന്. ചെയ്യാറുണ്ടോ? ഇനി ചെയ്യണം എന്നൊക്കെ വിചാരിക്കുക കാണുമ്പോൾ. ലിറ്ററലി ചൂടപ്പം മാതിരിയാണ് കച്ചവടം. ചൂടണതേ കാണുന്നുള്ളൂ, അപ്പോഴേക്കും എന്തായി പോകണം.
പൊറോട്ടയൊക്കെ മാത്രമല്ല കേട്ടോ, അത് നല്ലൊരു കലുണ്ട്, ദം ബിരിയാണി ആയിരിക്കും. നല്ല സ്മെല്ലാണ് കേട്ടോ. ആ ഹേർബ്സ് ഒക്കെ അങ്ങനെ വെന്തതിനൊപ്പം പിടിച്ചിട്ടുണ്ട്. നല്ല ഉഗ്രം മട്ടൻ ബിരിയാണി. ആ മണം തന്നെ പറയാൻ എളുപ്പമുണ്ടോ ഏതൊക്കെ വേണ്ടത്? അത് മട്ടൻ, ഇത് ബഫല്ലോ. എന്തായാലും ഒരുപാട് പാഴ്സലും പോണ കാരണം നമ്മൾ ഹൈദരാബാദിൽ ബിരിയാണി കഴിക്കാൻ കയറിയപ്പോൾ അങ്ങനെ ക്യൂ നിന്ന മാതിരി ഒന്നും നിൽക്കേണ്ടി വന്നില്ല. ഒരു ടേബിൾ നമുക്ക് കിട്ടി, രക്ഷപ്പെട്ടു. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് പോരട്ടെ. ഇരിക്കുമ്പോഴേക്കും സാധനം ടേബിളിൽ എത്തുട്ടോ. എത്ര ബഫല്ലോ എത്ര മട്ടൺ എന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം റെഡി ആണല്ലോ. സോ ദാറ്റ്സ് നൈസ്. അപ്പോൾ കിട്ടിയ സ്പീഡിൽ തന്നെ കഴിച്ചും കഴിഞ്ഞു. ഈ കബാബ് വളരെ സോഫ്റ്റ് ആൻഡ് ടെൻഡറാണ്. നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമെന്ന് തോന്നുന്നു. ഈ ഹേർബ്സും മീറ്റും മാത്രമുള്ള ഒരു മിക്സ് ആണല്ലോ. മാർക്കറ്റ് കുറേ കൂടി ആക്റ്റീവ് ആയിട്ടുണ്ട്. ഫുഡ് വണ്ടികളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് നടക്കുകയാണ്. ലക്നൗ സിറ്റിയിൽ ബുക്ക് ചെയ്ത താമസ സ്ഥലം ഒന്നും ചെന്ന് നോക്കിയപ്പോൾ പാർക്കിംഗ് ഇല്ല. ആ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. തീരെ വണ്ടി കടക്കാനുള്ള സ്ഥലമില്ല, വണ്ടി വഴിയിലിടാനുള്ള സ്ഥലമില്ല. ഭയങ്കര നാരോ ലൈൻ. അപ്പോൾ അങ്ങനെ കറങ്ങി കറങ്ങി നമ്മൾ 2 നോക്കി കഴിഞ്ഞു. 3ാമത്തെ സ്ഥലത്തേക്ക് പോവാണ്. ഇനി അവിടെ ശരിയായില്ലെങ്കിൽ ഇപ്പോഴും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലേറ്റസ്റ്റ് ട്രൈ. ഒരു സ്ഥലം കിട്ടണമല്ലോ നമുക്ക് രാത്രി എടുക്കാനായിട്ട്. നല്ല തിരക്കാണ്. പട്ടണം ഇങ്ങനെ ബസിലിംഗ് ആണ്. അങ്ങനെ വിചാരിക്കാത്തൊരു സ്ഥലം കിട്ടി. ഒരു കൊട്ടാരം, ശകുന്തള പാലസ്. ഇതെന്താ നമുക്ക് നേരത്തെ തോന്നാഞ്ഞേ. അതും നല്ല ഓഫറിൽ കിട്ടി. 2 റൂമിന് 4000 ഓൺലി. നൈസ്. നല്ല ഗ്രാൻഡ് സ്കെയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു മ്യൂസിയത്തിൽ നടക്കുന്ന പോലെ തോന്നണത്. 2 വശത്തും നല്ല ചിത്രങ്ങളും പ്രതിമകളൊക്കെ ആയിട്ട് ഒരു സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു വെഡിങ് പാലസ് ആയിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും നന്നായിട്ടുണ്ട്. നമുക്ക് ഓഫറിൽ കിട്ടിയത് അതിലും നന്നായിട്ടുണ്ട്. എന്തുമാത്രം സ്പേഷ്യസ് ആണ്. നമ്മൾ ഈ ചെറിയ കിഡ്സായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ പോയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആഹാ ഇനിയും സ്ഥലം. എന്തൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മളിവിടെ വന്നേ. അയ്യോ, പോലീസിൻ്റെ വണ്ടി കണ്ടപ്പോൾ പേടിയാണ്. നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു പ്രശ്നം അങ്ങനെ എടുക്കണ്ടല്ലോ. കൊള്ളാം. നൈസ് റൂം, നൈസ് ബെഡ്, എല്ലാം കൊള്ളാം. റൂമൊക്കെ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ബാത്റൂം ഇസ് ജസ്റ്റ് ഓക്കെ. അങ്ങനെ ലക്നൗവിൽ ചെക്ക് ഇൻ ചെയ്തു. ശകുന്തള പാലസ് നല്ല മെയിൻ റോഡിൽ തന്നെയാണ്. വിശാലം ഏക്കർ കണക്കാണ് സ്ഥലം. ഒരു ഹവേലി പോലെ ഹെറിറ്റേജ് ബിൽഡിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു മനുഷ്യല്ല. 47 റൂമുണ്ടെന്ന് പറഞ്ഞു. അതിൽ ആകെ 2-3 റൂമിലേക്ക് ആളുള്ളൂ. ഭയങ്കര ഒരു കോൺട്രഡിക്ഷനാണ്. നമ്മളിപ്പോൾ ഒരു 3-4 ഹോട്ടൽസിൽ കയറി ഇറങ്ങിയിട്ടാണ് വന്നത്. ലക്നൗ സിറ്റിയിൽ ഭയങ്കര ടൈറ്റാണ്, ഭയങ്കര കൺജസ്റ്റഡ് ആണ്. മോസ്റ്റ്ലി ഒരു പരിപാടി തോന്നണം. വണ്ടി ഓടിച്ച് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഓടിച്ച് ചെയ്യുമ്പോൾ നല്ല ടാസ്ക്കാണ്. 1 പ്രാവശ്യം 4 ഫ്ലാറ്റായി. അപ്പോൾ നമ്മൾ പാർക്കിംഗ് സ്പേസ് കണ്ടു കഴിഞ്ഞപ്പോൾ അതിന് റോഡിലിടുക, പിന്നെ ഇങ്ങനെ ബ്ലേഡ് കണക്കിന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് പോകുന്നു. പിന്നെ അങ്ങനെ 2-3 സ്ഥലത്ത് വിളിച്ച് ചോദിച്ചു. എൻ്റെ റൂട്ട് തന്നെ മാപ്പിൽ നോക്കി വിളിച്ചു. കുറേ സോൾഡ് ഔട്ടാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ അടുത്തടുത്തുള്ള 2 റൂം കിട്ടിയിട്ടുണ്ട്. ഒരു അവിടുത്തെ AC വർക്ക് ചെയ്യുന്നത് അതിൻ്റെ റിമോട്ടിന് എന്തോ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇത് വലിയൊരു പ്രോജക്റ്റായിട്ട് പണിതിട്ടേക്കാൻ തോന്നുന്നു. ഭയങ്കര നല്ല റിച്ചായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. മെയിൻ്റനൻസ് കുഴപ്പമില്ല. ഇറ്റ്സ് നോട്ട് സെല്ലിങ് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ലാഭമായി. അപ്പോൾ അങ്ങനെ ഇവിടെ ഉറങ്ങി. നമ്മൾ നേരത്തെ എന്നിട്ട് നേപ്പാൾക്കൊന്ന് കിടക്കണമെന്ന് വിചാരിക്കും, ലുംബിനിയിലേക്ക്. സോ സീ ടുമോറോ. സൈനിങ് ഓഫ് ദ 24th day. Good night from FTT Family Travel Trails.